പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. മത്തായി സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം 25-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വചനങ്ങൾ വായിക്കുന്നു. രാജാവ് അവരോട്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തൻ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കും ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവരുടെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം. യേശു കർത്താവ് തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ അവസാന സമയങ്ങളിൽ പറഞ്ഞ വേദഭാഗമാണ്. സത്പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേദഭാഗം, മറ്റുള്ളവർക്ക് കരുണ കാട്ടണമെന്ന് പറയുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു വേദഭാഗം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വേദഭാഗത്തിൽ നിന്ന് ഇന്ന് പകൽ നമ്മൾ ചുരുക്കമായിട്ട് ഒന്ന് ചിന്തിക്കുവാൻ പോവുകയാണ്. ഒന്ന്, രക്ഷ സൽപ്രവൃത്തികളിലൂടെയാണോ? ചെമ്മരിയാടുകളെയും കോലാടുകളെയും രണ്ടായി തിരിക്കുന്ന ഒരു രംഗം. ഇടത്തുള്ളവരോട്, എൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടത്തുള്ളവരോട് നിത്യനരകത്തിലേക്കും, വലത്തുള്ളവരോട് രാജാവിൻ്റെ മഹത്വത്തിലേക്കും പ്രവേശിക്കുവാൻ വേർതിരിക്കുന്ന രംഗമുള്ള ഒരു വേദഭാഗം. ഈ വേദഭാഗത്തിൽ നിന്ന് ചിലർ സാധാരണ സംസാരിക്കാറുണ്ട്, ദരിദ്രനെ സഹായിച്ചാൽ, ഉടുപ്പിച്ചാൽ, അങ്ങനെ ദീനാനുകമ്പയുള്ള പ്രവർത്തികൾ ചെയ്താൽ രക്ഷ കിട്ടുമെന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥമെന്ന് പഠിപ്പിക്കാറുണ്ട്. എന്നാൽ പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിലുള്ള നമ്മളൊക്കെ ഈ വചനം പഠിപ്പിക്കുന്നത് ഇത് രക്ഷയെക്കുറിച്ച് പറയുന്ന വചനമല്ല. ഇത് കർത്താവ് ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ ഈ ലോകത്തിലെ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് കർത്താവ് നടത്തുന്ന ഒരു വേർതിരിവാണ് എന്നാണ് നാം ഈ വചനത്തെ പഠിപ്പിക്കാറുള്ളത്. രക്ഷയ്ക്ക് പ്രവർത്തികൾ കാരണമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ രക്തത്താൽ നാം ചെയ്ത പ്രവർത്തികൾ നിമിത്തമല്ല, അവൻ ചെയ്ത പ്രവൃത്തി നിമിത്തം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൊതുവിലുള്ള നമ്മുടെ വിശ്വാസം. അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗം രക്ഷയെക്കുറിച്ച് പറയുന്ന ഭാഗമല്ല, മറിച്ച് യേശു കർത്താവ് ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ അവൻ്റെ മഹത്വത്തിലേക്ക്, അവൻ്റെ രാജ്യത്വത്തിൽ, അവൻ്റെ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുവാൻ പ്രവേശനം ലഭിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നതെന്ന് വചനത്തിനകത്ത് സൂചനകളുണ്ട്. രണ്ട് ഭാഗങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. 31-ാം വാക്യം പറയുന്നു, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടുകൂടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. അപ്പോൾ ഇടത്തുള്ളത് കോലാടുകളാണ്, വലത്തുള്ളത് ചെമ്മരിയാടുകളാണ്. അങ്ങനെ വേർതിരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, തൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ, ആ സമയത്താണ് സകല ജാതികളെയും തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനൊരു വേർതിരിവ് നടത്തുന്നത്. അപ്പോൾ എപ്പോഴാണ് അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? സംശയമില്ല, ഈ ഭൂമിയിൽ കർത്താവ് ഭരിക്കാൻ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നാം എന്താണ് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? ഭൂമിയിൽ കർത്താവ് ഭരിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ സഭ ഉൽപ്രാപണം അല്ലെങ്കിൽ റാപ്ചറിലൂടെ ചേർക്കപ്പെടുവാനിടയായിത്തീരും. അങ്ങനെ ചേർക്കപ്പെട്ട സഭയും മണവാട്ടി സഭയും യേശു കർത്താവും ഒന്നിച്ചാണ് ഭൂമിയിലേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, സഹിക്കുന്നുവെങ്കിൽ നാം കൂടെ വാഴും. അവനോടുകൂടെ വാഴുന്ന അവൻ്റെ പട്ടമഹിഷി, അവൻ്റെ റാണിയാണ് ദൈവസഭ. ഇത്യാദി കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ വേർതിരിക്കപ്പെട്ട ചെമ്മരിയാടുകളല്ല സഭ അവനോടുകൂടെ ഓൾറെഡി സിംഹാസനത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇവിടെ ജാതികളിൽ നിന്ന് ഒരു കൂട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. കൂടെ പറഞ്ഞാൽ
കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ യഹൂദ സഭ ഉപദ്രവിക്കപ്പെടുമ്പോൾ ആ യഹൂദ സഭയെ സഹായിക്കുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലും മറ്റും നമ്മൾ കാണുന്നുണ്ട്. അവരെ എതിർ ക്രിസ്തുവിൻ്റെ സൈന്യം വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ, അവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരെ സഹായിക്കുന്ന ഒരു കൂട്ടം, തടവിലാകുന്നവരെ സഹായിക്കുന്ന, വെള്ളം കൊടുത്ത് സഹായിക്കുന്ന, ഭക്ഷണം കൊടുത്ത് സഹായിക്കുന്ന ഒരു കൂട്ടരെ പ്രവചന പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സഹായിക്കുന്ന ജാതികൾക്ക് കിട്ടുന്ന പ്രിവിലേജാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്, സൽപ്രവർത്തികൾ നമ്മെ നിത്യതയ്ക്ക് അവകാശിയാക്കുകയില്ല. സൽപ്രവർത്തികൾക്ക് നിശ്ചയമായിട്ടും പ്രതിഫലമുണ്ട്. ഇവിടെ പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ ആരെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്താൽ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരും എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ല. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക്, അല്ല എങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് യഹൂദ സഭയെ സഹായിക്കുന്നവർക്ക് കർത്താവ് ഭൂമിയിൽ ഭരിക്കുമ്പോൾ ആ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടാകുന്നു മാത്രമാണ് ഈ വചനം വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, അതുകൊണ്ട് നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യേണ്ടായോ? ദൈവരാജ്യം സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ലെങ്കിൽ, അല്ലെങ്കിൽ നിത്യത അവർക്കുള്ളതല്ലെങ്കിൽ, കൃപയാൽ പ്രവൃത്തികൾ കൂടാതെയാണ് നിത്യത നമുക്കുള്ളതെങ്കിൽ പിന്നെ സൽപ്രവൃത്തികൾ നാം ചെയ്യേണ്ട ആവശ്യമില്ലയോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഹൃദയത്തെ മതിക്കുന്ന ഒരു ചിന്ത ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച ഒരു ഡോക്ടറിനാണ് നാം മറ്റുള്ളവരെ സഹായിക്കണം. യേശു തന്നെ, യേശുവും ശിഷ്യന്മാരും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, വിധവകളെ, അനാഥരെ, പരദേശികളെ, പാങ്ങില്ലാത്തവരെ സഹായിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ യേശുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ കൃത്യമായിട്ട് യേശു പറയുന്നു, ഒരുവൻ ദാഹിക്കുന്നത് കണ്ടാൽ അവന് വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, ദരിദ്രനെ നാം ടേക്ക് കെയർ ചെയ്യണം, അതുപോലെ തന്നെ തടവിലുള്ളവരോട് അനുകമ്പ കാണിക്കണം. അങ്ങനെ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു ദൈവ പൈതലിന് മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ സ്വർഗ്ഗദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. അപ്പോൾ അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ തുല്യരായവരെ സഹായിക്കുക എന്നല്ല അർത്ഥം. ആരെയും, അർഹതയുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ആരെയും സഹായിക്കുവാൻ ദൈവപൈതലിൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരു മനസ്ഥിതി ഉണ്ടാകണം. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, സഹായിക്കുന്നതിൻ്റെ പ്രയോറിറ്റി എങ്ങനെ സെറ്റ് ചെയ്യാം? ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ, നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാൽ, നിങ്ങളെപ്പോലെ അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടാൽ ഒന്നാമത്തെ പ്രയോറിറ്റി അവർക്ക് കൊടുക്കണം. പലപ്പോഴും ചെയ്യുന്നത് സ്വന്തം ബന്ധുക്കളെ സഹായിക്കുകയില്ല, പുറത്തുള്ളവരെ, മറ്റുള്ളവരെ സഹായിക്കും. ഒരുപക്ഷെ അതുകൊണ്ട് കിട്ടുന്ന പേരും പ്രസിദ്ധിയുമായിരിക്കാം അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെയുള്ള സഹായത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. നമ്മളിൽ ആരെങ്കിലും നമ്മളുമായി അടുപ്പമുള്ളവർ, അത് പ്രയോറിറ്റി ഇങ്ങനെ സെറ്റ് ചെയ്യണം. നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ ചർച്ചിലുള്ളവർ, അവരുടെ മുട്ട് നാം കണ്ടിട്ട് കണ്ണടയ്ക്കരുത്. അവരെ സഹായിച്ച ശേഷം പിന്നെയും സഹായിക്കുവാനുള്ള പ്രാപ്തി നമുക്കുണ്ടെങ്കിൽ പുറമേയുള്ള ആരെയും നമുക്ക് സഹായിക്കാം, അർഹതയുള്ള ആരെയും നമുക്ക് സഹായിക്കാം. അവരുടെ അർഹത ഒന്ന് ശ്രദ്ധിച്ച് നാം മനസ്സിലാക്കണമെന്ന് മാത്രം. അതിൻ്റെ അർത്ഥം സഹായത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തട്ടിപ്പിന് വിധേയമാകണമെന്നല്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴായി ഈ ആഴ്ചകളിൽ വരുന്ന ഒരു വചനമാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലെ ഈ വചനം. ഒരു ദരിദ്രനെ കാണുമ്പോൾ, അല്ല എങ്കിൽ പ്രശ്നങ്ങളിലൂടെ പോകുന്നവനെ കാണുമ്പോൾ അവനിൽ യേശുവിനെ നാം കാണുക. നാം അവനെയല്ല സഹായിക്കുന്നത്, യേശുവിനെയാണ് നാം സഹായിക്കുന്നത് എന്ന ഒരു ഉൾവിളിയോടുകൂടെ അവരെ സഹായിക്കുവാൻ ഇടയായിത്തീരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. God bless you all. Have a wonderful day.